കീഴേരി അച്ഛന് തൊടാറായ നീ കൈ പൊക്കടാ. ഞാറാ ഗുണ്ടാടാ നീ കൈ പൊക്കടാ കേട്ടോ. ഗുണ്ടാടാ നീയൊക്കെ ഗുണ്ടാ നീയൊക്കെ അച്ഛനടുത്ത് കളിക്കടാ നീയൊക്കെ. എന്നാ കേറ് 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 നടന്നു പോടാ. ഇറങ്ങണ വണ്ടി ഇത് ചെയ്യും ഇപ്പം. ഇറങ്ങണ വണ്ടി ഏത് ഗുണ്ടാ? ഇതാ കോഴിയാ ഹെലികോപ്റ്ററിന് കയറിയിരിക്കുന്നത്. ഒരു മിനിറ്റ് അത് പോട്ടെ, കുഴപ്പമില്ല. ചാവാറേ പ്രായമുള്ളവരെ മച്ചു എന്തിന് പേരെന്തിന് നമ്മളൊക്കെ തോക്കെടുത്ത് വെച്ചാണ് ഈ പിള്ളേരെ പേടിപ്പിക്കണല്ലേ. തോക്ക് വെച്ചാണ് ഈ കൊച്ചു പിള്ളേരെ പേടിപ്പിക്കണേ. ഡിയോജുള്ളമാർക്ക് മുളയാണ് കേട്ടാ. എടാ തല്ലിയ എന്തോ തല്ലിയല്ല. തല്ല് തല്ല് അടി 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 അടി. ഇറങ്ങി ഇറങ്ങി അടി ഇറങ്ങി അടി ഇറങ്ങി അടിയടാ. ഞാൻ പോട്ട് വന്ന കുത്തിട്ടാ. കത്തി 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 വണ്ടി കത്തി വണ്ടി കത്തി വണ്ടി കത്തി വണ്ടിക്ക് നെക്സ്റ്ററാ. ബാസ്മതി കുടിപ്പിച്ച് കിടത്തും കേട്ടോ നിന്നെ. വണ്ടി എടുത്ത് രാമോ ബ്രോ താങ്ക് യു സബ്സ്ക്രിപ്ഷൻ. രാമോ ബ്രോ വിൻസലാട്ട്. അച്ഛന്റെ പിള്ളേരടുത്ത് ചിഹ്നം വിളിക്കാറായോടാ നീയൊക്കെ? പോകാൻ പറഞ്ഞാലേ ഓടിപ്പോട്ട് ഞാൻ പെട്ടെ പെട്ടെന്ന് പോയിട്ട് ഞാൻ ഒത്തിരി കുത്തി പൊളത്തിട്ട് വരട്ടാ. ഞാൻ പറഞ്ഞ എനിക്ക് വേണ്ടി ഇത് തത്തമ്മ നീ പോയി അടിക്കുവോ? ഞാന് എനിക്ക് വേണ്ടി നീ പോയി കുത്തിട്ട് വരുമോ? നീ അല്ലല്ല നീ കുത്തിട്ട് ഓടി വണ്ടി കയറ്. ഞാൻ പറയണേ ഞാൻ വണ്ടി എടാ ഞാൻ റിവേഴ്സ് എടുത്ത് അങ്ങോട്ട് വരാം. നീ ഓടിപ്പോയിട്ട് കുത്തിട്ട് ഓടി വരണം. അല്ല നീ കുത്തണം നീ കുത്തണം നീ കുത്തണം നീ ഇപ്പൊ വരും അമ്മ കയറ്റി കുത്തണം കയറി കുത്തണം. കൈക്ക് തീരെ അച്ഛന്റെ കൈക്ക് തീരെ മാറില്ല സാറേ. അച്ഛന്റെ കൈക്ക് ഇല്ലെങ്കിൽ വലിയ തോക്ക പറയും. ഇല്ലെങ്കിൽ നിങ്ങൾ അപ്പോഴേ വണ്ടി എടുത്താൽ ഇതൊക്കെ അറിയോടാ. ഇതൊക്കെ ബഷീർ അവൻ നമ്മളെ പുതയ്ക്കും കേട്ടാ. വലിയ എന്തിനാ തോക്കാ പറ്റുള്ളൂ. ഇറങ്ങി ഭീഷണി മുഴക്കിട്ട് വരാം. നീ ആദ്യം ആദ്യം അച്ചോടന്റെ അരിക്കൂടുക്ക അച്ഛനാ പെടുത്തിരിക്കാൻ നിൽക്കറില്ല. അപ്പോഴാണ് അവന്റെ നമ്മുടെ കൂട്ടത്തിൽ വേറൊരു പയ്യൻ കൊണ്ട് അവനെ വിളിച്ചാലോ? വെടിവെപ്പുകാരനാ. എന്തെങ്കിലും പ്രശ്നം നമുക്ക് അവരിട്ട് ഓടിക്കളയാം. അതെ അച്ഛനെ ഒറ്റ അടി അറിയാം. നമ്മളിപ്പോ ഒരു ടീമല്ലേ ഉണ്ടാ. എന്ത് ഭർത്താവ് ഞാൻ പറഞ്ഞിട്ടെ കയ്യിൽ കണ്ണു വെച്ചോണ്ടിരിക്കണം കൊറേ നേരമായിട്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള പച്ചക്കറി ഓടിയല്ലേ എടുത്തോട്ട് ചാവും. ബഷീറിനെ ഇപ്പൊ പ്ലക്കും കേട്ടോ.
സാറേ അച്ഛന്റെ പിള്ളേരാ പെരുമ്പാവൂർ തത്തമ്മ കൊണ്ടുപോണേ പെരുമ്പാവൂർ തത്തമ്മ നമ്മുടെ കൂട്ടത്തിൽ വേറെ പയ്യലായിരുന്നു അവിടെ പോയി അയ്യോ പൊളിക്കേ ഒരു 10 ദിവസം ബോംബ് പറഞ്ഞാലാ തോട്ട് വേണ്ട നല്ല നാടൻ ബോംബറിയാ എടുത്ത് വീശം എടുത്ത് വീശാൻ വെച്ചേക്കല്ലേ കയ്യിൽ അടിച്ച് ഞാൻ പറയട്ടെ ഞാൻ ഇറങ്ങി രണ്ട് വെടി വെക്കാൻ എന്നെ കൂടെ കയറ്റിയാ മതി എന്നെ കൂടെ വണ്ടി കയറ്റി ഞാൻ ഇറങ്ങി രണ്ട് വെടി വെക്കുന്നു ഞാൻ അടുത്ത വണ്ടി ഓക്കെ നീ ഇറങ്ങി ആകാശത്തോട്ട് വെടിയേ ആകാശത്തോട്ട് അമ്മ വെടിക്കണ്ട വലിയ പ്രശ്നം ആകാശത്തോട്ട് വെടിച്ചിട്ട് വന്ദേ മാതരം ഇവിടെ രണ്ടര കൊണ്ടുപോടി കിഴക്ക് മൂലം കൊണ്ടുപോവേ വളയ അമ്മരെ വളയ അവന്മാര് വളയും ഇവിടെയാണ് അല്ല അച്ഛ വണ്ടിയാ ഓഫീസിന് നേരെ ഹോസ്പിറ്റലിലോട്ടൊന്ന് പോവാമോ കുറച്ച് ചത്ര കൂടുന്നത് ഇല്ല ഇലച്ചു ഒരു ഇലച്ചു ഒന്ന് അയ്യോ മഴ പേടിക്കലടാ ഇങ്ങനെ കശത്തിലും കുണ്ട കയറുന്നുള്ളൂ ഇറങ്ങി അടിച്ചാ പോലീസ് വരും ഇപ്പം പെരുമ്പാവൂർ തത്തമ്മ ചത്ത് അടിയിട്ടുണ്ട് എന്ത് ചെയ്യാനാ നമ്മളെ അവർ തല്ലാൻ പറ്റില്ല ദിവസം നമുക്ക് ഇങ്ങനത്തെ വട്ടം കെട്ടിക്കാന്ന് ഞാൻ ഇപ്പൊ പോവേ നീ ഇതുണ്ടോ നിനക്ക് ഇതുണ്ടോ ഹെൽത്ത് ഉണ്ടോ എല്ലാം ഉണ്ട് ഞാൻ പോട്ടെ വല്ല ഊരിയാടെ വല്ല ഹെൽമെറ്റ് ഇല്ല വാ സെറ്റാ നമ്മുടെ ഒരു മെമ്പർ ഉണ്ടായിരുന്നേ പെരുമ്പാവൂർ ഗ്യാങ് ഉള്ളതാ ഹോസ്പിറ്റലിൽ നിപ്പുണ്ട് ഒന്ന് പൊക്കാവോ നിങ്ങൾ കുഴപ്പമില്ല നിങ്ങളോട്ട് നമ്മള് ഇത് പോ അതെന്തിനു അപ്പാനോ നമ്മൾ ടീമല്ലേ ഇല്ലടാ നാലുപേർക്ക് പറ്റി പരിപാടി നമുക്കൊരു നമുക്ക് ടെററിസ്റ്റ് ലുക്ക് ആക്കിട്ട് അറ്റാക്ക് ചെയ്തല്ല അങ്ങന്മാരെ അച്ഛൻ പൊച്ചം ഡേയ് ബോബേ ബഷീറേ ഡേയ് വണ്ടി വണ്ടി കണ്ണട് ഇല്ല വാ ആ നമുക്കേ ഇതാക്ക ആ
ഇവാ വേഗം വാ. ആ, യെസ് ഇവ ഇല്ല, ഇവിടെ എന്തോ കോള് വന്നത്. ബുള്ളറ്റ് എടുക്കാം അയ്യോ. എന്താണ്? രണ്ടാമത്തെ പരിപാടി പിറ്റേജ്. ഉണ്ടയാണേ വലിയ. തീരെ ചുറ്റി വലത്തേ കൈ. ടെറസ് ലുക്കാവ് വെയിറ്റ്. ടെറസ് ലുക്കാവ് ഒരു മിനിറ്റ് ആൻസർ അല്ല പൈസ ഇല്ലണ്ണ, ഒരു ലക്ഷം തരുമോ? നീയാണോ എന്നോട് പറഞ്ഞത് മറ്റേ മൂഞ്ച വല്ല പറഞ്ഞേ പൈസ ഇല്ല. അച്ഛനാ വലിയ ഗുണ്ടല്ലേ പൈസ തന്നോ? വലിയ ഗുണ്ടല്ലേ അണ്ണാ പൈസ തരോ? പൈസ തരില്ല അണ്ണ എന്തിനാ? 1 ലക്ഷം രൂപ വെച്ച് നമുക്ക് 2 ലക്ഷം രൂപ മതി. എന്തൊരു മീശ ഇത് എടാ കുണ്ണേ, നിന്റെ പൈസ ഇന്ത്യക്കാ തോമസ് സംസാരിക്കുന്ന സ്ഥലമല്ലേ കേട്ടാ അണ്ണ. ഇവരാണ് നമ്മുടെ കൂട്ടത്തിലെ മൂന്നാമത്തെ തീവ്രവാദി കണക്കുള്ള ഡ്രസ് തീവ്രവാദി പൈസ ഇല്ല. ജരപ്പന്മാരെ പൃഥ്വിരാജിന് പൈസ ഇല്ലെന്ന് തന്നെനിക്ക്. ഡീമൻ എടാ സ്റ്റീവ് ഞാനല്ല, ഞാൻ ഈ ഡ്രസ് പോരെ. എന്നാ ഡ്രസ് ഇട്ട് എന്നാ ഇപ്പൊ മനസ്സിലായി ഇപ്പൊ ധാരണ കിട്ടിയ ആരൊക്കെയാണെന്ന് ഞാൻ ഒരു പൃഥ്വിരാജ്. ഒരു ബുള്ളറ്റ് ഉണ്ടോ ബുള്ളറ്റ് ഒന്നുണ്ട് തരാം വീട്ടിൽ ബസ്സിൽ കത്തിപ്പോയി തോന്നട്ടാ. ഒരു തത്ത വരും എടാ എന്റെ ഡ്രസ് റെഡി. ജാക്കറ്റ് 49, ബോഡി ആർമർ 16. ബോഡി ആർമർ 16. പാന്റ് വന്ന് ഇതിട്ടോ 26. ഷൂ ഇത് അത്രേ ഉള്ളു. അടിക്കൂല്ലേ? ഇത് ബുള്ളറ്റ് ഞാൻ തരാം. എന്താണ് വലിയ ഉണ്ടയില്ല. ഉണ്ടാക്കല്ല എന്നെ കയറി അങ്ങ് ഇല്ല പണ്ടല്ലേ. എവിടെ സൂപ്പർ. ഡേയ് ഞാനൊരു കാര്യം പറയാം, അവന്മാരെ കൊന്നുകളയില്ല, അവന്മാരെ പേടിപ്പിച്ച് തലങ്ങ് പേരങ്ങ് അടിച്ചൊക്കെ നിർത്തിക്കോണം കേട്ടാ. ഇതെവിടെയാണ് സ്ഥലം? എവിടെയായിരുന്നു ഹോൾ? എവിടെ? ഇവിടെ നേരെ അറ്റാക്ക് ചെയ്താലാ ഇപ്പൊ തന്നെ പിടിച്ചങ്ങ് പീടി വന്നേട്ടാ. ഓടി തള്ളിക്കോ, വണ്ടി കയറണ്ട, ഓടി തള്ളിക്കോ. എന്റെ കയ്യിൽ തോക്കില്ലായിരുന്നു, ഹോട്ട്പാട്ടിൽ മാറി കിടക്കുമായിരുന്നു. തിരുമ്പ ഒരു തത്തയൊക്കെ ഇവിടെ വണ്ടി ഇറങ്ങിയില്ല. ഇറങ്ങിട്ട് ആകാശത്തടി. അയ്യോ പന്നി.
സ്പെഷ്യൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കേക്കത്തില്ല ഒരു കാര്യം പറഞ്ഞു. എന്തിരുന്ന് down. ഇവന്മാര് എന്നെ പള്ളിക്കൂടത്ത് തന്നെ പറ്റും. ഇതല്ലേ ആള്? ഞാൻ സാറിന്റെ മോളുള്ള ബോഡി എന്ത് ചെയ്യണം? അത് താഴെ ഇറങ്ങിക്കോ. എന്നെ ഇട്ടോടുത്തിട്ട് പോടാ തെണ്ടികള്. എന്റെ ഒരു ഒരാളെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഉണ്ട് ബോഡി, ഇവിടെ ഉണ്ട്. എന്ത് ചെയ്യണം? 4 സൈഡിൽ അടിച്ചറിയുന്ന ഇത് നോക്കണേ. കറണ്ട് പോയി കീലി എണ്ണ എടാ പന്ന എവിടെ കേട്ടോ? സക്സസ്ഫുള്ളി സോൾവ് ചെയ്തില്ലടാ നീയൊക്കെ എന്നെ. നീയൊക്കെ പുഴുത്ത് നശിച്ചു പോട്ടെ നീയൊക്കെ.